ഫസ്റ്റ് നമ്മളൊരു ടേപ്പ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ പശ അധികം വേണ്ട, അതുകൊണ്ട് നമ്മൾ കയ്യിലൊന്ന് ഒട്ടിച്ച് അതിൻ്റെ പശയൊക്കെ കളഞ്ഞിട്ട് ആ വാട്ടർ ലൈനിൽ നിന്ന് മേലിലോട്ട് പോകുന്ന പോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. ഈ കാണുന്നതാണ് നമ്മുടെ ക്രീസ് ലൈൻ. അത് ഫുൾ നമ്മൾ എടുക്കുന്നില്ല, അതിൻ്റെ ഹാഫ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇങ്ങനെ കയ്യിലുള്ള കാജൽ വെച്ച് ആ ഇന്നർ കോണിലും ഔട്ടർ കോണിലും ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക. ഹാഷ് ലൈൻ ഇല്ലാതാക്കാൻ ഒരു ഫ്ലാറ്റ് ബ്രഷ് വെച്ച് നമ്മളൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നു. കയ്യിലുള്ളൊരു ബ്ലാക്ക് ഐ ഷാഡോ എടുത്തിട്ട് ആ കാജലിൻ്റെ മുകളിലൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. ഒന്ന് ഡെപ്ത്ത് കിട്ടുക. ഹാലോ ഐസ് ആയിട്ട് നമ്മൾ ആ നടുക്കത്തെ ഭാഗം വിടുക. അവിടെ നിങ്ങളൊരു ഷിമ്മർ ഷെയ്ഡ് എടുക്കുക. ഒരു സിൽവർ ഷിമ്മറാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് ആ പകുതി ആ ഭാഗത്ത് മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ ആ ഫ്ലാറ്റ് ബ്രഷ് എടുത്തിട്ട് ഐ ഷാഡോയും ഷിമ്മറും കൂടെ നമ്മളൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. എന്നാലേ അതൊന്ന് ഒഴുകിയിരുന്നാലേ കാണാൻ രസമുള്ളൂ. പിന്നെ ആ ടേപ്പ് നമ്മൾ റിമൂവ് ചെയ്യുക. നമുക്ക് പ്രിസൈസ് ആയിട്ടുള്ളൊരു വിങ്ഡ് ലുക്ക് കിട്ടും. പിന്നെ നിങ്ങൾ ആ കാജൽ തന്നെ എടുത്തിട്ട് വാട്ടർ ലൈൻ ഫില്ലാക്കി കൊടുക്കുക. താഴെയും കൂടെ ഒന്ന് വരച്ച് കൊടുക്കുക. ലോവർ ലാഷ് ലൈനിലും ഒന്ന് കാജൽ എഴുതി കൊടുക്കുക. അടുത്ത് ഉപയോഗിച്ച ഫ്ലാറ്റ് ബ്രഷിൽ ഷിമ്മർ ഉള്ളതുകൊണ്ട് അതൊന്ന് ക്ലീൻ ആക്കിയിട്ട് ശേഷം ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. താഴെ ഇതിൽ അപ്ലൈ ചെയ്ത സെയിം ഷിമ്മർ ഷെയ്ഡ് എടുത്തിട്ട് താഴെ നടുക്ക് മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക. മസ്കാര ഇട്ട് ലുക്ക് കംപ്ലീറ്റ് ആക്കുക. ഏതെങ്കിലും പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ DM ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഹാലോ ഐസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. ബൈ.